ഇന്നിപ്പോൾ അതൊക്കെ വലുതായിട്ട് ഞാൻ കാട്ടിത്തരാം. 2 ചിരവയ്ക്ക് കൊടുക്കണു. അതിനപ്പുറത്ത് തേങ്ങയുണ്ട്. എനിക്ക് പൊന്തിക്കാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടാ. ഇതൊക്കെ മുള്ളമ്മന്നി നിന്ന് പോയതാണ്. മുടന, പയറ്, വെണ്ട, ചീര, ചോളം, കുക്കുംബർ, തണ്ണിമത്തൻ, തെങ്ങ് ചൊട്ടിട്ടിരിക്കുന്ന കണ്ടാ നിങ്ങൾ കാണുന്നു. ഹൈബ്രിഡ് വിത്തുകളാണ്. ഈ ടാബ്ലറ്റ്. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്, ഞാൻ മുമ്പ് ഈ ഇവിടെ വന്നിട്ടുള്ള ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ പാപ്പൻ്റെ ഒരു പാടവും പറമ്പും ഒക്കെ ആയിട്ടൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അവിടേക്ക് തന്നെ വീണ്ടും വന്നതാണ്. അപ്പോൾ അത് ഞാൻ അന്ന് വരുമ്പോൾ ഇവിടെ ചിരവയ്ക്കൊക്കെ ഉണ്ടായിട്ട് ഞാൻ കാട്ടിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ മുമ്പ് വീഡിയോ കണ്ടവർക്ക് അറിയുണ്ടാവും. അപ്പോൾ അത് അന്ന് കാണുമ്പോൾ ഇത്ര പോലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. കണ്ട, ഇതുപോലെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോൾ അതൊക്കെ വലുതായിട്ട് ഞാൻ കാട്ടിത്തരാം. ദേ കണ്ട, ഇത്ര പോരായി. ഇനി വലുതാവൂട്ടാ. പക്ഷെ ഇനി വലുതായ ചിലപ്പോൾ ഇതിന് മൂപ്പ് കൂടും. എന്നാലും ഇതിനേക്കാൾ നല്ല വലുതായിട്ടൊക്കെ നമ്മൾ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് വന്നിട്ട് പിന്നെ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. കുറേ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ. അപ്പം അന്ന് വീഡിയോ എടുക്കാനായിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ഇന്നിത് പൊട്ടിക്കണ വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ നോക്കി നോക്കാം. അപ്പം നമുക്കിത് ഇനി പൊട്ടിക്കാം. എൻ്റെ പൊന്നു, നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. നമ്മളിത് സാധാരണ ഇത് നമ്മൾ കടയിൽ കൊണ്ടുപോയി വിൽക്കുകയാണ് ചെയ്യാറ്. കാരണം ഒരു വീട്ടിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്നതിന് ഒരു പരിധിയില്ലേ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ കടയിൽ കൊണ്ടുപോയിട്ട് വിൽക്കുകയാണ് കേട്ടോ ചെയ്യാം. പിന്നെ എന്താ വെച്ചാൽ ഇതിൽ ഇനി ബാക്കിയുള്ളതും കൂടി ഞാൻ കാണിച്ചു തരട്ടെ. ദേ ഇവിടെ ഒരെണ്ണം ഇത് പൊട്ടിക്കാറായിട്ടുണ്ട് കേട്ടോ. അതുപോലെ ദേ ഇത് പൊട്ടിക്കാറായിട്ടില്ല. അതൊക്കെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഈ ഷേപ്പുള്ള ചിരവയ്ക്കൊക്കെ ശരിക്കും കണ്ടിട്ടുണ്ടോ? ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാട്ടോ ഇതുപോലത്തെ ചിരവയ്ക്ക് കാണുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ അന്ന് വന്നപ്പോഴേ ഇവിടെ നിന്നിട്ടാണ് അന്ന് ഷൂട്ട് ചെയ്തത്. ഇപ്പം ഈ മഴയൊക്കെ പെയ്ത് പിന്നെ ഇതിൻ്റെ കമ്പോളൊക്കെ ഇതിൻ്റെ വെയിറ്റൊക്കെ കൂടിയപ്പോഴേ നല്ലോണം താഴ്ന്നു. അതാണ് ഇപ്പം ഇങ്ങനെ ഒരു ഇരുന്നിട്ടുള്ള ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നത് കേട്ടോ. അപ്പം അന്ന് ഞാനിവിടെ നിന്ന് നല്ല സ്റ്റഡി ആയിട്ടൊക്കെ നിന്നിട്ടാണ് ഞാൻ അന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാലും ഇതിൻ്റെ വെയിറ്റ് കാരണമായാലും നമുക്ക് കുഴപ്പമില്ല. നമുക്ക് സാധനം നല്ല ഫ്രഷ് സാധനം നമുക്ക് കിട്ടുമല്ലോ. പിന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കാട്ടിത്തരട്ടെ. സാധാരണ നിങ്ങൾ തെങ്ങുമ്മ തേങ്ങയല്ലേ കണ്ടിട്ടുള്ളത്. ഞാൻ വേറൊരു സാധനം കാട്ടിത്തരട്ടെ. ഇത് അങ്ങോട്ട് നോക്ക്. തെങ്ങുമ്മ തേങ്ങയുണ്ട്, ചിരവയ്ക്കുണ്ട്. കാണാണ്ടോ നിങ്ങൾക്ക്? ഇത് പടർന്നു പോയിട്ടേ ഇവിടെ നിന്ന് ഇതുമ്പോൾ തന്നെ പടർന്നു പോയി തെങ്ങുമ്മ പോയിട്ട് 2 ചിരവയ്ക്ക് കൊടുക്കണു. അതിനപ്പുറത്ത് തേങ്ങയുണ്ട്. നല്ല അത്ഭുതം അല്ലേ? നല്ല അടിപൊളി. ഇവിടെ വന്നിട്ട് ഈ ബാക്കിയുള്ള നമുക്ക് ചിരവയ്ക്കും കൂടി പൊട്ടിക്കാം. ഓക്കെ, ഇതിപ്പോൾ ഒരെണ്ണം പൊട്ടിച്ചിട്ടുണ്ട്. ഇനി ബാക്കി പൊട്ടിക്കാം. ഇനിയിപ്പോൾ ഞാൻ വിത്തിനുള്ള ചിരവയ്ക്ക് ഇവിടെ മാറ്റി നിർത്തിയിട്ടുണ്ട്. നമ്മളത് വീണ്ടും വിത്ത് പാവിയിട്ടൊക്കെ വീണ്ടും നമ്മൾ ഇതുപോലെ ഉണ്ടാക്കും. അപ്പോൾ വിത്തിനുള്ള ചിരവയ്ക്ക് ഞാൻ കാട്ടിത്തരട്ടെ. അമ്മ ഇത് നമുക്ക് ഇവിടെ വെക്കാട്ടോ. ഞാൻ പോകുമ്പോ വീണ എന്നെ കളിയാക്കരുത്. ക്യാമറമാൻ വീഴുവോ? എനിക്ക് പൊന്തിക്കാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടാ. കണ്ടാ, ഇത് നോക്ക്, ഇത്ര പോലും വലിപ്പം വരുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. സത്യം പറഞ്ഞ ഇത്ര വലിപ്പമുള്ള ചിരവയ്ക്ക നിങ്ങൾ കണ്ടിട്ടുള്ളവരൊന്ന് കമന്റ് ചെയ്യണേ. ഇതിപ്പോ പൊട്ടിക്കണ്ടോന്ന് അറിയില്ല. ഞാൻ പാപ്പനോട് ചോദിച്ചോട്ടെ. അതെ, ഇതേ പാപ്പ പറയണ എന്താ വെച്ചാല് പണ്ടൊക്കെ കള്ള് ചെത്താൻ വേണ്ടിട്ട് നമ്മള് തെങ്ങ് ചെത്താന് നമ്മള് കുടം കൈപ്പിടിക്കില്ലേ, ആ കുടത്തിന് പകരം ഈ സാധനം അത്ര കുടമായിട്ട് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളവരും കേട്ടിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടാ. എനിക്കിത് കണ്ടിട്ട് അത്ഭുതം കൊണ്ട് അയ്യോ എന്താലേ സൂപ്പറായിട്ടുണ്ട്. ഇതിപ്പോ പൊട്ടിക്കണ്ടാ? ഇതിപ്പോ പൊട്ടിക്കുന്നില്ല. ഒരാഴ്ചയും കൂടി നിക്കണമെന്നാ പറയണത് ഇത് വിത്താവാൻ വേണ്ടിട്ട്. ഇത് തന്നെ താഴത്തേക്ക് വീഴുന്നു വിത്തിന്റെ. അപ്പൊ നമ്മള് ഇതെവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇത് വിത്തിനുള്ള പാകമായിട്ട് ഇതിന്റെ വിത്ത് ഞാൻ കാട്ടിത്തരാം കേട്ടോ. വിത്ത് എടുക്കുമ്പോ അപ്പൊ ഇത് തന്നെ വീഴുന്ന സമയമാവണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നിങ്ങൾ ഇത്ര 3 ചിരവയ്ക്ക കണ്ടിട്ടുണ്ടാ? അയ്യോ എനിക്ക് അതിശയം. ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര 3 ചിരവയ്ക്ക കാണുന്നത്. കേട്ടോ. അപ്പോളേ ഇത്ര നമ്മളിപ്പോൾ കണ്ട ചിരവയ്ക്കൊക്കെ
കൃഷിക്കാരാരാന്ന് കാണണ്ടേ? അതാണ് നമ്മളെ പാപ്പൻ കൃഷിക്കാരൻ. അപ്പൊ ഇതിന്ന് നമ്മൾ എത്ര ചിരക്കൊക്കെ പൊട്ടിച്ചിട്ടുണ്ടാവും? 40 മേലെ പൊട്ടിച്ചിട്ടുണ്ടാവും എന്ന് പറയുന്നത്. നമ്മളിത് കടയിൽ കൊണ്ടുപോയിട്ട് വിൽക്കുക തന്നെയാണ് കേട്ടോ ചെയ്യാറ്. വീട്ടാവശ്യത്തിനൊക്കെ 1-2 എടുക്കുന്നല്ലാണ്ട് ബാക്കിയൊക്കെ കടയിൽ കൊണ്ടുപോയി വിൽക്കുക ചെയ്യാറ്. നല്ല വില കിട്ടാറുണ്ടോ നമുക്ക്? കണ്ടാ മുള്ളമല്ലി നിന്ന് പോയ സാധനങ്ങളൊക്കെ കണ്ടാ, ഇതൊക്കെ മുള്ളമല്ലി നിന്ന് പോയതാണ്. പൊക്കി നിർത്തുന്ന സാധനം പൊക്കി നിർത്തിയില്ലെങ്കിൽ കണ്ടാ ഇതില് ഇനിയും കായകള് 40-40 പൊട്ടിച്ചു എന്നാണ് പറയണത്. ഇനിയും ഒരുപാട് പൂത്ത് നിക്കുന്നുണ്ട് കേട്ടോ. ഇതിന്റെ ഉള്ളിൽ ഇനി കൊറേ കായകളുണ്ട് കണ്ടാ, ഇനിയും കൊറേ പൂത്ത് നിക്കുന്നുണ്ട്. ഇനിയും എത്രയെങ്കിലും കായകൾ ഉണ്ടായിട്ട് നമുക്ക് പൊട്ടിക്കാനുണ്ട്. പിന്നെ അത് ഇതേ കൊറേ നമ്മള് പടർത്തി വിട്ടിട്ടുണ്ട്. കൊറേ ഇതേ കണ്ടോ ഇവിടേക്കൊക്കെ പടർത്തി വിടുന്നുണ്ട്. എല്ലാ തെങ്ങുമെങ്കിലും നിറച്ച് ചിരവയ്ക്കുണ്ടാവട്ടെ അല്ലേ? എല്ലാ തെങ്ങുമെങ്കിലും നിറച്ച് ചിരവയ്ക്കുണ്ടാവട്ടെ. തേങ്ങയ്ക്ക് പകരം ഇതുമ്പോ തേങ്ങയില്ല, ഇതുമ്പോ ചിരവയ്ക്കുണ്ടായിക്കോളും. മുടി ബന്ധപ്പെട്ടല്ലോ. നമുക്ക് ബാക്കിയുള്ളതും കൂടി പൊട്ടിക്കാം. ഞാനിതേ ഇവിടെ കാട്ടി തരട്ടെ. ഇതുണ്ട്. പിന്നെ ഇത് ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഒക്കെ ചെറുതാണ്, വലുതായി വരുന്നു. വലുതൊക്കെ ഞാൻ മുമ്പ് പൊട്ടിച്ചു. ഞാൻ വരുന്നേക്കാളും മുമ്പൊക്കെ കുറെ പൊട്ടിച്ചിട്ട് കൊടുത്തു. ഇനി ബാക്കിയുള്ള നമുക്ക് പൊട്ടിക്കാം. ബായോ കമാൺ. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി മുറിക്കാം. മുറിച്ചു അതന്നെ. മുറിച്ചുട്ടാ. ഓക്കെ, ഒന്ന് ചെറുതും ഒന്ന് വലുതും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ മുറിച്ച ചിലപ്പോ രണ്ടും കൂടി ഒരുമിച്ച് പോരും. അപ്പൊ ചെറുതിനെ നമുക്ക് അവിടെ നിർത്തിയിട്ട് വേണം വലുതിന്. കറക്റ്റ്. മറ്റേനെ നമ്മളവിടെ നിർത്തിയിട്ടാ. എന്നിട്ട് നമ്മൾ ഇതിനെ ഇതാക്കി. ഇനി ഇത് മുറിക്കാം. ഞാൻ മുറിക്കാം. കത്തി തിരിച്ചു പിടിക്കൂ. അല്ല അതല്ല. മുറിക്ക് മുറിക്കട്ടെ. അങ്ങോട്ട് പോട്ടെ ഉണ്ട്. കാട്ടി കൊടുക്ക്. അപ്പൊ നമുക്ക് ഇതിന് എന്ത് വളമൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നതെന്ന് ചോദിച്ചു നോക്കാം. നിങ്ങൾക്കും കൂടി അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിന് നമ്മൾ തുടക്കത്തിൽ എന്ത് വളം ഇട്ട് കൊടുക്കുന്നത്? ചാണകപ്പൊടി, വേപ്പും പിണ്ണാക്കും എല്ലുപൊടി കൂടി മിക്സ് ചെയ്തിട്ട് തടത്തിലിടും. ചാണകപ്പൊടി, എല്ലുപൊടി, പിന്നെ വേപ്പും പിണ്ണാക്കും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ആദ്യം ഇതിന്റെ അടിവളമായിട്ട് ഇട്ട് കൊടുക്കുന്ന പറയണത്. പിന്നെ സ്വല്പം പൊട്ടാഷ്യം ഇട്ട് കൊടുക്കുന്ന പറയുന്നത് 15 ദിവസം കൂടുമ്പോ. വേറെ വളമൊന്നുമില്ല. പിന്നെ ഈ മണ്ണ് നല്ല മണ്ണാണ്. പാടത്തിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണിത്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല മണ്ണും നല്ല വെള്ളവും കിട്ടുന്നതാണ്. പിന്നെ വെള്ളം എപ്പോഴും ഉണ്ടാവും. നമ്മൾ പാടത്തിനോട് ചേർന്നുള്ള സ്ഥലമാണല്ലോ. പിന്നെ വെള്ളം മഴ പെയ്യാത്ത സമയത്ത് നമ്മളിലേക്ക് മോട്ടർ അടിച്ചിട്ട് നനച്ചു കൊടുക്കാറുണ്ട്. അതെ, ഇവിടെ കണ്ടോ കൊറേ ഒരു വള്ളി ഇതൊക്കെ ഇനി മുറിക്കാറായിട്ടില്ല കേട്ടോ. ഇതൊക്കെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അത് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ ആവുന്ന പറയണത്. ഇടയ്ക്കിടയ്ക്ക് ഇവിടുന്ന് പൊട്ടിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ കുറേ നമ്മൾ പൊട്ടിച്ചിട്ട് എന്ന് പറഞ്ഞല്ലോ. കുറേ പൂക്കളുണ്ടായിട്ടുണ്ട്, നല്ലോണം പൂക്കളുണ്ടായിട്ടുണ്ട്. പിന്നെ ഇത് ഈ മഴ പെയ്ത കാരണമാണ് കൂടുതലും ഇതിങ്ങോട്ട് നല്ലോണം താഴ്ന്നു പോയത്. അപ്പോൾ ഈ വടിയൊക്കെ വെച്ച് കുത്തി കൊടുത്തിട്ട് കുറച്ചൊക്കെ ഉയരത്തിലാക്കിയിട്ടുണ്ട്. പിന്നെ നല്ലോണം താഴ്ന്നു പോയാൽ മുള്ളമന്നി അതൊക്കെ വന്നിട്ട് പൊട്ടിച്ച് കടിച്ച് ഇടുകയാണ്. അപ്പം അതുകൊണ്ട് പരമാവധി അതിനെ ഇങ്ങനെ വലിച്ചു കെട്ടിയിട്ടൊക്കെ ഇതാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിനെ പടർത്താൻ പറ്റുന്നിടത്തേക്കൊക്കെ പടർത്തിയിട്ടുണ്ട് കേട്ടോ. എല്ലായിടത്തേക്കും പടർത്തിയിട്ടുണ്ട്. ഇതിൻ്റെ തെങ്ങിൻ്റെ മേലേക്ക്, വാഴയുടെ മേലേക്കൊക്കെ പോയിട്ടുണ്ട്. എനിക്ക് തെങ്ങിൻ്റെ മേലേക്ക് പോയിട്ട് അവിടെ 2 ചിരവൊക്കെ ഉണ്ടായത് കണ്ടപ്പോഴാണ് അതിശയം തോന്നിയത്. അപ്പോൾ ഇവിടെയൊക്കെ ഇവരുടെ ഉറപ്പിനുള്ള സംഭവങ്ങൾ ഇവരെ തന്നെ ആക്കി വെക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ അതിൻ്റെ വള്ളിയൊക്കെ കണ്ടോ, വള്ളിയുടെ ഉള്ളിലും അവർ കെട്ടി അവരുടെ സേഫ്റ്റി അവരെന്നെ ഉറപ്പാക്കിയിട്ടുണ്ട്. കാരണം ഇങ്ങനെ വീണ് പോകുമ്പോൾ കണ്ടോ അവരുടെ സേഫ്റ്റി അവരെന്നെ ഉറപ്പാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. കണ്ടോ ഇത് താഴത്തേക്ക് പോണ സാധനം അവരിതിൻ്റെ ഉള്ളിൽ ഇതാക്കി ഇതിൻ്റെ മേലേക്കുള്ള പടരാനുള്ള സംഭവമാക്കി വെച്ചിട്ടുണ്ട്. ഇതിലൊക്കെ പൂക്കളുണ്ട് കേട്ടോ. ഇതൊക്കെ കായ്ക്കണതാണ്. ഒക്കെ പെൺപൂവ് തന്നെയാണ്. ഇതൊക്കെ കായ്ക്കും.
ഇതുവരെ എത്തിയിട്ടുണ്ട്. പടർന്നതിനനുസരിച്ച് വള്ളി കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടാ. പടർന്നതിന് നീളം കൂടുന്നതിനനുസരിച്ച് വള്ളി കെട്ടി കൊടുക്കുന്നുണ്ട്. നമുക്ക് കടയിൽ കൊണ്ടുപോകാൻ വേണ്ടിട്ട് നമുക്ക് സഞ്ചിയിലാക്കി വെക്കാം കേട്ടോ. അപ്പൊ ഇവിടുന്ന് നമുക്ക് നമ്മുടെ വീട് ഇവിടുന്ന് കുറച്ച് അപ്പുറമാണ്. അപ്പൊ ഇവിടുന്ന് നമുക്കിത് സഞ്ചിയിലാക്കിയിട്ട് കൊണ്ടുപോവാം. ഒരാഴ്ച കഴിയുമ്പോഴേക്കും ഇനി ബാക്കി കുറെ പൊട്ടിക്കാനുള്ളത് ഇനിയൊക്കെ വലുതാവും, പെട്ടെന്ന് വലുതാവും ഇട്ടത്. അപ്പൊ ഒരാഴ്ച കഴിയുമ്പോഴേക്കൊക്കെ ബാക്കി പൊട്ടിക്കാനുള്ളത് ആവും. അപ്പൊ നമുക്ക് ചിരവയ്ക്ക കഴിഞ്ഞു. ഇനി നമുക്ക് പടവലങ്ങ പൊട്ടിക്കാനുണ്ട്. ഇനി അതിലേക്ക് പോവാം. ഇത് പടവലങ്ങ, ഇത് പൊട്ടിക്കാറായിണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ നമുക്കിത് പൊട്ടിക്കാം. ഇവിടെ ഉണ്ട് കേട്ടോ കുറെ. ഇത് ചെടി ഈച്ചയൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് പുഴുക്കുത്തൊന്നും അല്ല, ഇങ്ങനെ എന്താ പറയാ, ഈച്ചയുടെ കുത്തൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അത് അതിനുള്ളിൽ ഈച്ച ഉണ്ട്. തുറന്നാ പുറത്തേക്ക് പോവോ? കണ്ടോ? അതൊന്ന് തട്ടിക്കൊടുക്ക. കണ്ടോ കണ്ടോ നമ്മളെ ഈ ഇതിന് ഈ ഈച്ചകളാണ് കേട്ടോ വന്നിട്ട് ഇതിന് ഈ കണ്ടോ അതിന് കേടുണ്ടാക്കണത്. അപ്പം അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കെണി വെച്ചിട്ടുള്ളത്. നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടണതാണ് കേട്ടോ ഇത്. ഇങ്ങനെ ഒരു ലോക്ക് ചെയ്താൽ സെറ്റായി. അപ്പോൾ ഈ ഇതിന് കേട് വരുത്തുന്ന ഈച്ചകളൊക്കെ ഇതിൽ തന്നെ വന്നിട്ട് വീഴും. ഈ പടവലങ്ങ നമുക്ക് പൊട്ടിക്കാം. അത് ഇതില് സംഭവം എന്താ ഒഴിച്ചുള്ളതെന്ന് എനിക്കറിയില്ല. ഒരു ടാബ്ലറ്റ് ആണ്. അപ്പൊ അതിന്റെ വെള്ളം തുറന്നിട്ട് ഇതിന്റെ മുകളിൽ ഹുക്കിന്റെ മുകളിൽ കൊളത്തേക്കും ഈ ടാബ്ലറ്റ് അതിന്റെ അങ്ങനെ മണത്തിന് ഇങ്ങനെ സാധനം വന്ന് അതിന്റെ ഏതിന്റെ ഉള്ളിൽ കൂടെ വരിക അടിയിൽ പുറത്തുണ്ട്. അതിലടിയിൽ ഒരു അപ്പൊ വെള്ളം അതിലേക്ക് ആദ്യം ആക്കണം. ഇതിന്റെ ഉള്ളിൽ കയറി പിന്നെ പുറത്തേക്ക് കിടക്കില്ല, കിടക്കാൻ പറ്റില്ല. അപ്പൊ ഇതിന്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് വരാൻ പറ്റില്ല. മേലേക്ക് മാത്രം പറ്റി പോവും. അതെ. അപ്പൊ ഇതിന്റെ ഈ മണത്തിനാണ് ഇത് ഇങ്ങോട്ട് കയറി പോകുന്നത്. മണം ഇപ്പോഴും ശരിക്കും മണത്ത് നോക്കി അടിയിൽ അതിന്റെ ഇതെന്താ വെച്ചാൽ കണ്ട ഇത് കുത്തിയിട്ട് കേട് വരുത്തണ്ട. അതിന് വെക്കണ സാധനമാണ് ഇത്. കണ്ട ഇത് പടവലങ്ങ കുത്തിയത് ഇത് വന്ന് കുത്തിയ ഈ സാധനം ഇതുപോലെ ആവും. അയ്യോ, ഇതുപോലെ ആവുന്ന ഈച്ച വന്നിട്ട് കുത്തിയാലേ. ഇതൊക്കെ കണ്ട അങ്ങനത്തെ ഇതേപോലെ ആവും കുത്തി കഴിഞ്ഞാല്. ഈ വന്ന് കുത്തിയാല് ഇതുപോലെ കേടായി പോകുന്നു. അപ്പൊ അതിന് അങ്ങനെ കേടാവാതിരിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ. അതുപോലെ ഇത് പുഴുക്കൾ വരുമോ? അത് നോക്കിയാ പിടിച്ച ഇതുപോലെ കേടാവും. അതിന് വേണ്ടിയിട്ടാണ്, കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതുപോലത്തെ അത് വെച്ചു കൊടുക്കുന്നത് കേട്ടാ. നിങ്ങൾക്ക് അത് ഉപകാരപ്രദമാവും. ഇതിനെന്താ ഈ ടാബ്ലറ്റ് പറയുന്നത്? മാവിനുള്ളുണ്ട്. മാവില്ലേ, മാവ് പൂക്കുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ മാങ്ങയ്ക്ക് പുഴുക്കേട് വരില്ല. ഒന്ന്. രണ്ടാമത്തേത് അതുപോലെ തന്നെ എല്ലാറ്റിനും ഉണ്ട്. മാവിനുണ്ട്, വാഴക്കുണ്ട്, പലതരം ചെടികൾക്ക് പല ടാബ്ലറ്റ്സ് ആണ്. അത് മെഡിക്കൽ ഈ മരുന്ന് വിൽക്കണ എല്ലാ കടകളും കിട്ടും. മാവിനൊക്കെ പുഴു വരുന്നതിന് ഇത് തൂക്കിയിട്ട് അതൊക്കെ അതിൻ്റെ ഉള്ളിൽ വന്ന് കൊടുക്കും. അതല്ലേ കണ്ടോ, ഇതൊക്കെ കേടായി പോയി. കണ്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള പച്ചക്കറി കൃഷി ചെയ്യുന്നവർക്ക് ഉപകാരമായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. ഇത് മെഡിക്കൽ ഷോപ്പിൽ പോയി ചോദിച്ചാൽ, വളത്തിന്റെ കടയിൽ പോയി ചോദിച്ചാൽ ഇത് നമുക്ക് അവിടെ നിന്ന് കിട്ടും. അപ്പൊ ഇത് സാധനം എവിടെ നിന്നാണ് മേടിക്കുന്നത്? വളക്കടയില് ഈ സംഭവം ഉണ്ട്, ഈ പാത്രം ഉണ്ട്. ഇതിനെന്താ പറയുക? 200 രൂപയാണ് ഈ സാധനത്തിന്. ഇതും മരുന്നും കൂടിയിട്ട് 200 രൂപയാണ്. പിന്നീട് നമ്മള് ടാബ്ലറ്റ് മാത്രം മാറ്റിയിട്ട് ഇതിൽ വെച്ചു കൊടുത്താൽ മതി. അപ്പോ ഇതിന്റെ തെങ്ങിന്റെ വണ്ടിയിൽ പിടിക്കാനുള്ള സാധനമുണ്ട് താഴത്ത് വെക്കുന്നത്. വേറെ ടൈപ്പില് തെങ്ങിന്റെ ചള്ളം കുത്തില്ല, അതിന് വരണ മരുന്നുണ്ട്. അത് വാങ്ങിയിട്ടില്ല. തെങ്ങിന്റെ ഈ കരിക്കൊക്കെ ചെള്ളു വന്ന് കുത്തും. ചെള്ളു വന്ന് കുത്തുന്നതിനും നമ്മൾ വളക്കടയിൽ പോയ ഇത് പറ്റില്ല. അതിന് വേറെയാണ് മരുന്നുകൾ വേറെ. അപ്പോ
നിങ്ങൾക്ക് പറ്റിച്ച ഉപകാരപ്രദമാവുമെങ്കിൽ ഇങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചു. അപ്പോൾ നമ്മുടെ ഈ ചെറിയ കൃഷി ചെയ്യുന്നവരാണെങ്കിലും ഇങ്ങനെ സാധനം വെച്ച് കൊടുത്താലേ ഒരെണ്ണം നമുക്ക് കേടായി പോവാതിരുന്നാലേ അത്ര മുറിക്കണോ? ഇതേട്ടാ നമ്മള് ഇത്ര പോരം പടവലങ്ങ പൊട്ടിച്ചിട്ടുണ്ട്. ഇനി നിൽക്കുന്നുണ്ട് കേട്ടാ. ഇതുപോലെ നമ്മൾ ചിരവയ്ക്ക പടർത്തിയ പോലെ ഇതുപോലെ ഇങ്ങനെ പടർത്തി ഇതുമ്പോൾ തെങ്ങുമ്മ കയറാൻ സാധ്യതയില്ല. ഇതേട്ടാ ഇവിടെ ഉണ്ട് ഇവിടെയൊക്കെ ഉണ്ട് കേട്ടാ. പടവലങ്ങ വലുതായി വരുന്നുണ്ട്. ഇതൊന്നും മുറിക്കാറായിട്ടില്ല. ഇതൊക്കെ ഇങ്ങനെ നീളം വയ്ക്കും. കുറേ കുട്ടി ദൈവം ഉണ്ട്. ഇനി നമുക്കേ വേറെ കുറച്ച് സാധനങ്ങൾ കൂടി കാണാനുണ്ട്. ഇപ്പം കുഴിച്ചിട്ടിട്ട് ഉള്ള സംഭവങ്ങൾ അത് വിത്ത് മുന്നുണ്ടായ വിത്തുകള് ഇവിടെ തന്നെ പൊട്ടിച്ചുണ്ടായിട്ട് വിത്ത് മുളപ്പിച്ചിട്ട് ചീരയും വെണ്ടയൊക്കെ വാങ്ങിയതുണ്ട്. ഹൈബ്രിഡ് വിത്തുകളുണ്ട്. അതൊക്കെ ആയിട്ട് ഇതില് പയറ് നമ്മളിവിടെ വന്നിട്ട് നമ്മളന്ന് ഇവിടെ വന്നിട്ടായിരുന്നു അന്ന് നമ്മള് ഇതിലെ ഈ കുളത്തിനോട് ചേർന്നിട്ടുള്ള ഈ സ്ഥലത്താണ് അന്ന് വന്നിട്ട് നമ്മൾ പയർ പൊട്ടിച്ചത്. അപ്പൊ അതേ അതിന്റെ ഇപ്പുറത്ത് 2 തരം പയറുണ്ട്. മീറ്റർ പയറും ഉണ്ട്, കുറ്റിപ്പയറുണ്ട്. അതില് ഉണ്ട്. അപ്പൊ ഇതിലേക്ക് ഞാൻ കടന്നാലും കഴിയും. കണ്ടോ ഇതില് ഇവിടെ കുക്കുംബർ ഉണ്ടായി. കുക്കുംബറിന്റെ ചെടി പൂവിടാറായിട്ടുണ്ട് കേട്ടാ. അതെ മുട്ടിട്ടുണ്ട് കേട്ടാ. കണ്ടാ മുട്ടിട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിൽ തന്നെ വെണ്ട ഉണ്ട്, വെള്ളരി ഉണ്ട് കേട്ടാ. വെള്ളരി പൂവിട്ടുണ്ട്. വെള്ളരി പൂവിട്ടുണ്ട്. ഹൈബ്രിഡ് വിത്താട്ടാ, ഇതൊക്കെ വാങ്ങിയ വിത്തുകളാണ്. ഹൈബ്രിഡ് വിത്തുകളാണ്. പയറ് ഇവിടെ ഉണ്ട്. അതെന്താ? അതാണ് ചോളം കമ്പം. ഇതിവിടെ ഉണ്ടായ വിത്താണെന്ന്. ഇത് പിന്നെ ഇതേ വെള്ളരി വീണ്ടും അവിടെ ഉണ്ട്. പിന്നെ പയറുകളുണ്ട്. കയ്പ പൂവിട്ടുണ്ട്. ഇതിലൊരു പാറ്റ വരുന്നുണ്ട്. കേടാവുണ്ട്. അതെ അല്ല പറന്നു പോയതാ. ഇവിടെ ഉണ്ട് കേട്ടാ കയ്പയ്ക്ക. അതൊക്കെ കവറിട്ട് കൊടുക്കാറായിണ്ട്. അപ്പൊ നമ്മള് കവറിട്ട് കൊടുക്കാം. പിന്നെ വഴുതന എല്ലാതും ഉണ്ട് കേട്ടാ. വഴുതന പൂവിട്ടിട്ടുണ്ട്. കണ്ടോ? വഴുതന അരച്ച് പൂവിട്ടുണ്ട്. പിന്നെ മഴ പെയ്ത കാരണം ഇവിടെയൊക്കെ നല്ല കുതിർന്ന് നല്ല ഇതായിട്ട് ഇരിക്കുന്നുണ്ട്. വെള്ളരി തന്നെ അതേ ഇവിടെ പൂവിട്ടുണ്ട്. ഇനി ചീര കാട്ടിത്തരാട്ടാ. ഇപ്പൊ വലുതായി വരുന്നുള്ളൂ. കണ്ടാ ചുവന്ന ചീര അത് രസമുണ്ട് അല്ലേ? ഇപ്പൊ വലുതായി വരുന്നു. ഇതുണ്ട്. എല്ലാ തരം സാധനങ്ങളും ഉണ്ട്. വഴുതന, പയറ്, വെണ്ട, ചീര, ചോളം, കുക്കുംബർ, തണ്ണിമത്തൻ, പിന്നെ അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ചോളം. അപ്പോൾ എല്ലാ സംഭവങ്ങളും പാപ്പ ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ വലുതായിട്ട് നമുക്ക് വീണ്ടും വേറെ വീഡിയോയിൽ വന്നിട്ട് കാണിക്കാം. ഇതൊക്കെ വലുതായി ഇനി ഈ വെണ്ടയൊക്കെ പൊട്ടിക്കാറാവുമല്ലോ. അപ്പോൾ നമുക്ക് വേറെ വീഡിയോയിൽ വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. കായ്ക്കൊല പാപ്പം വെട്ടിക്കോളൂ. കായ്ക്കൊല വെട്ടിയിട്ട് ഡ്രസ്സുകളൊക്കെ കറിയും. അപ്പോൾ കായ്ക്കൊല പാപ്പം വെട്ടിക്കും. 2 കായ്ക്കൊല വെട്ടായിരിക്കുന്നുണ്ട്. അപ്പോൾ അത് പാപ്പം വെട്ടിക്കോളും. ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു. ബൈ. അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ.